ഗാസയിൽ ആക്രമണം തുടർന്നാൽ ബന്ദികൾ തിരിച്ചെത്തുക ശവപ്പെട്ടിയിലായിരിക്കും എന്നാണ് ഹമാസ് ഇസ്രയേലിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് കസ്റ്റഡിയിലുള്ള 6 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇസ്രയേലിൽ പണിമുടക്കും പ്രക്ഷോഭവും കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് പ്രക്ഷോഭകാരികളെ കൂടുതൽ പ്രകോപിതരാക്കുന്ന പ്രസ്താവന ഹമാസ് പുറത്തിറക്കിയത്. ഹമാസിന്റെ സായുധ വിഭാഗം തലവൻ ഗസക്കാരുടെ ആവേശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബു ഉബൈദയുടെ പേരിലാണ് പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഒരു വെടിനിർത്തൽ കരാറിന് പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കാം എന്നാണ് നെതന്യാഹു കരുതുന്നത്. ഈ പിടിവാശി ബന്ദികളുടെ ബന്ധുക്കളിലേക്ക് ശവപ്പെട്ടി എത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവരെ ജീവനോടെ വേണമോ വേണ്ടയോ എന്ന് ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസം ബന്ദികൾ കൊല്ലപ്പെട്ട കാര്യത്തിന്റെ ഉത്തരവാദിത്വം നെതന്യാഹുവിനും സൈന്യത്തിനും മാത്രമാണ്. കാരണം അവരാണ് തടവുകാരുടെ കൈമാറ്റവും മോചനവും മുടക്കുന്നതും വൈകിപ്പിക്കുന്നതും എന്നും അബു ഉബൈദ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബന്ദികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹമാസ് വലിയ വില നൽകേണ്ടി വരും എന്നാണ് ഇതിന് മറുപടി എന്നോണം നെതന്യാഹു പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആക്രമണം ശക്തമാക്കുമെന്നും ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്നും സൈന്യം പിന്മാറില്ല എന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതിൽ ഇസ്രയേലികളോട് താൻ ക്ഷമാപണം നടത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബന്ധിമോചനം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പണിമുടക്ക് നടത്തിയ പ്രതിഷേധക്കാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് നെതന്യാഹു ഉന്നയിച്ചത്. രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന പണിയായി പോയി ഇത്. രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഹമാസിനെ സഹായിക്കുന്ന, ഹമാസിന് കരുത്തു നൽകുന്ന പദ്ധതികളുമായി രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് ദുഃഖിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ 100-ലധികം ഇസ്രയേലിന്റെ ബന്ദികളാണുള്ളത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ കനത്ത പ്രക്ഷോഭമാണ് തുടരുന്നത്. ഇതിനിടെ നെതന്യാഹു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗാസയുടെ ഭൂപടം ചൂണ്ടിക്കാട്ടി ഫിലാഡൽഫി ഇടനാഴിയിൽ തങ്ങളുടെ സാന്നിധ്യം ഊട്ടിയുറപ്പിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് നെതന്യാഹു വ്യക്തമാക്കി. തിന്മയുടെ അച്ചുതണ്ടായ ഇറാനെ പ്രതിരോധിക്കാൻ ഈ ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേലിന്റെ കയ്യിൽ വേണമെന്നായിരുന്നു അത്. Waytonikah.com, the exclusive Muslim matrimonial site.